ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്ക ആളുകളും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് നരച്ച മുടി എന്നുള്ളത്. പ്രായമായ ആളുകളിൽ മാത്രമല്ല ചെറുപ്പക്കാരിലും വളരെ കോമൺ ആയിട്ട് ഇന്ന് നര വരുന്നത് കാണാം അല്ലേ. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കൽ അടങ്ങിയ വസ്തുക്കളും നമ്മുടെ ജീവിതശൈലിയൊക്കെയാണ് ഇങ്ങനെ നര വരുന്നതിന് കാരണം. അപ്പോൾ നരച്ച മുടി നമുക്ക് വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ച് എളുപ്പത്തിൽ കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഡൈ ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ എല്ലാ ഹെയർ ഡൈസിലും യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് വേണ്ടത് നമ്മൾ ഉണ്ടാക്കുന്ന ഹെയർ ഡൈ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വെള്ളമാണ്. അപ്പോൾ അതിന് നമ്മളൊരു പാത്രത്തിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് തിളച്ച് വരുമ്പോൾ നമ്മൾ നല്ല പോലെ തന്നെ കടുപ്പത്തിൽ 2 സ്പൂണോളം, ഞാൻ ഇരിക്കുന്നത് അത്യാവശ്യം വലിയ സ്പൂണാണ്, 2 സ്പൂൺ നമ്മൾ ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചായപ്പൊടി അല്ല കാപ്പിപ്പൊടി ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇത് തിളച്ച് കഴിഞ്ഞ സമയം തന്നെ നമ്മൾ ഓഫ് ചെയ്യാണ്ടിരിക്കുക. ഇത് നമ്മളൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. ഏകദേശം 1 ഗ്ലാസ് നമുക്ക് 1/2 ഗ്ലാസ് അല്ലെങ്കിൽ ഒരു 1/4 ഗ്ലാസിൻ്റെ അളവിലേക്കെങ്കിലും നമ്മൾ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഡൈ ഉണ്ടാക്കുന്ന അടുത്ത സ്റ്റെപ്പ് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് കടുകാണ്. എല്ലാവരുടെയും കിച്ചണിലുള്ള ഒരു സാധനം തന്നെയാവും കടുക് നമ്മുടെ മുടി നല്ല പോലെ തന്നെ വളരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മുടിക്ക് നല്ല കറുപ്പൊക്കെ നൽകാനും നല്ല പോലെ മുടി വളരാനും കടുക് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ നരച്ച മുടി കറുപ്പാവാൻ വേണ്ടിയിട്ട് നമുക്ക് കടുക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് നമുക്ക് ചില ആളുകളൊക്കെ എണ്ണയൊക്കെ ഉണ്ടാക്കിയാണ്ട് തലയിൽ തേക്കാറുണ്ട്. ഇപ്പം നമ്മൾ ഈ ഒരു 2 സ്പൂണ് അളവിൽ കടുകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളിതാ 1 സ്പൂണ് കരിഞ്ജീരകവും ചേർത്തിട്ടുണ്ട്. കരിഞ്ജീരകം കയ്യിലില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. പക്ഷെ നമുക്കറിയാലോ കരിഞ്ജീരകവും നമ്മുടെ നരച്ച മുടി നല്ല പോലെ തന്നെ കറുപ്പാവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. കൂടാതെ നമ്മുടെ മുടി നല്ല പോലെ തന്നെ വളരാൻ വേണ്ടിയിട്ടും ഈ ഒരു 2 ഇൻഗ്രീഡിയൻസും വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മളിതൊന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളൊന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് ഇതൊന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മറ്റ് 2-3 ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പനിക്കൂർക്കയാണ് കേട്ടോ. പനിക്കൂർക്ക നമുക്ക് ഏത് നാച്ചുറൽ ഹെയർ ഡൈ ഉണ്ടാക്കുമ്പോഴും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്തിനാന്ന് വെച്ചാൽ നമ്മൾക്ക് തലനീരിറക്കും ജലദോഷം ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മുടി കറുപ്പാവാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ. കറിവേപ്പിൻ്റെ ഇലയും നമ്മുടെ മുടിക്ക് നല്ല പോലെ തന്നെ കറുപ്പ് തരുന്ന ഒന്നാണ്. നമ്മൾ ഉണ്ടാക്കുന്ന ഏത് ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കുമ്പോഴും നമ്മൾ ഒഴിവാക്കാത്തൊരു സാധനമാണ് നമ്മുടെ കറിവേപ്പിൻ്റെ ഇല. കറിവേപ്പിൻ്റെ ഇലക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ മുടി നല്ലപോലെ വളരാനും കറുപ്പ് കളർ കിട്ടാനും നരച്ച മുടി കറുപ്പാവാനൊക്കെ കറിവേപ്പിൻ്റെ ഇലയും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് വറുത്തെടുക്കണം. നമ്മളിത് ആ കയ്യിലൊന്ന് പിടിച്ച് നോക്കുമ്പോൾ നല്ല പോലെ തന്നെ ഒന്ന് പൊടിഞ്ഞു വരുന്ന ഒരു പരുവത്തിൽ നമുക്ക് ഈ ഒരു മിക്സ് റെഡി ആവണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കിയപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കറിവേപ്പിൻ്റെ ഇല ഒന്നുകൂടി നമുക്ക് വറുത്തെടുക്കണമായിരുന്നു. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒന്നുകൂടി ഒരു ബ്ലാക്ക് കളറിലേക്ക് ആവുന്നത് വരെ കറിവേപ്പിൻ്റെ ഇല ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ നമ്മുടെ കടുകൊക്കെ നല്ല പാകമായിട്ടുണ്ട്. നമ്മൾ കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കുമ്പോൾ നല്ല പൊടിയായിട്ട് വരുന്ന ആ ഒരു പരുവാണ് നമുക്കിതിന് വേണ്ടത്. ഇനി ഇതെല്ലാം കൂടി നമ്മൾ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പിന്നെ നമ്മുടെ കട്ടൻ ചായ ചൂടാറിയിട്ടുണ്ട്, നല്ല കടുപ്പത്ത് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ ഹെയർ ഡൈ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇരുമ്പിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏത് നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ ചെയ്യുമ്പോഴും ഇരുമ്പിൻ്റെ പാത്രം എടുക്കുന്നതാണ് വളരെ നല്ലത്. ഹെന്ന ഉണ്ടാക്കുമ്പോഴും ഇരുമ്പിൻ്റെ പാത്രം എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഇരുമ്പിൻ്റെ പാത്രം വേണമെങ്കിലും എടുക്കുക. പിന്നെ ഇതെല്ലാം കൂടി നമ്മൾ പൊടിച്ചെടുത്ത ആ ഒരു പൗഡർ നമ്മൾ ഈ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ കട്ടൻ ചായ കുറച്ചായിട്ട് ഒഴിച്ച് നല്ല പോലെ തന്നെ മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ 2 രീതിയിൽ ഇത് കാണിക്കുന്നുണ്ട്. ഈ 2 രീതിയിലും നമുക്കിത് തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. രണ്ടും വളരെ എഫക്റ്റീവാണ് നമ്മുടെ മുടി കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കുന്ന രീതിയിൽ കുറച്ച് ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തേക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നരച്ച മുടി കറുപ്പാവുമെന്ന് മാത്രമല്ല നല്ല പോലെ തന്നെ നമ്മുടെ മുടി വളരാനും മുടിക്ക് നല്ല കറുപ്പും കട്ടിയും കിട്ടാനും വളരെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിൽ നെല്ലിക്കാപ്പൊടി ഉള്ളത് കൊണ്ട് തന്നെ നമ്മളൊരു സ്പൂണ് നെല്ലിക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കയ്യിലുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. നെല്ലിക്കയുടെ ഗുണങ്ങൾ നമുക്കറിയാലോ. അപ്പോൾ ഞാനിവിടെ 1 സ്പൂണോളം നെല്ലിക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇല്ലാത്തവർക്ക് നമുക്കത് ഒഴിവാക്കാവുന്നതാണ്.
ഇനി ഇത് നമ്മൾ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ നമ്മുടെ തലയിലൊക്കെ നിൽക്കാണ്ട് ഒലിച്ചിറങ്ങും. അപ്പോൾ നമ്മൾ ഈ ഒരു പാകത്തെ വെള്ളത്തിൻ്റെ അളവ് കൂടാതെ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ചെറു ചൂടിൽ വേണം കേട്ടോ നമ്മൾ ഈ ഒരു കട്ടൻ ചായ എടുക്കാൻ വേണ്ടിയിട്ട്. കട്ടൻ ചായ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറു ചൂടുവെള്ളം എടുത്താലും മതി. ആ ചൂടോട് കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. കട്ടൻ ചായ ആകുമ്പോൾ ഒന്നുകൂടി നല്ലതാണ്, നമ്മുടെ മുടിക്ക് കട്ടൻ ചായ ഒന്നുകൂടെ നല്ലതാണ്. ഇനി ഇതുപോലെ നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു 1-2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതെല്ലാം സമയമുള്ളവരാണെന്നുണ്ടെങ്കിൽ രാത്രി ഉണ്ടാക്കി രാവിലെ തലയിൽ തേക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മളിവിടെ ഒരു 2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം തലയിൽ മുഴുവനായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കഴുകി കളയാവുന്നതാണ്. അപ്പോൾ 1 മണിക്കൂറോളമൊക്കെ നമുക്ക് തലയിൽ ധൈര്യമായിട്ട് തന്നെ വെക്കാം കേട്ടോ. പിന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള രീതി എന്ന് പറഞ്ഞാൽ ഇതുപോലെ കുറച്ച് പൊടി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരത്തെ ഉണ്ടാക്കിയ രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇത് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ പൊടിച്ചെടുത്ത ഈ ഒരു പൗഡറിലേക്ക് നമ്മൾ ഏത് ഹെയർ ഓയിലാണോ നമ്മൾ തലയിൽ തേക്കുന്ന ഏത് ഹെയർ ഓയിലും ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നല്ല പോലെ തന്നെ മിക്സ് ചെയ്യാം. ഇത് നമുക്ക് തലയിൽ മുഴുവൻ തേച്ചതിന് ശേഷം നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1-2 മണിക്കൂർ തലയിൽ വെച്ചതിന് ശേഷം കഴുകി കളയാവുന്നതാണ്. യാതൊരു വിധത്തിലുള്ള തലനീരർക്കോ ജലദോഷം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ തേക്കുമ്പോൾ ഏതെങ്കിലും കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ച് തല കഴുകുന്നതാണ് നല്ലത്. കാരണം എണ്ണ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിത് തലയിൽ നിന്ന് പോയി കിട്ടാൻ കുറച്ച് പ്രയാസമാവും. അപ്പോൾ ഈ 2 രീതിയും വളരെ എഫക്റ്റീവാണ്. നമ്മളിത് കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് തേക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് താൽക്കാലികമല്ല സ്ഥിരമായിട്ട് തന്നെ നമ്മുടെ നരച്ച മുടി കറുപ്പ് കളറാവാൻ വേണ്ടിയിട്ട് പറ്റും. കെമിക്കൽ ഡൈ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് താൽക്കാലികമായിട്ടാണ് റിസൾട്ട് കിട്ടുക. ഇത് നമുക്ക് കുറച്ച് സമയം എടുത്താലും നല്ല റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ കണ്ടോ, നല്ല കൺമഷി പോലെയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് തലയിൽ മുഴുവനായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. ഈ പറഞ്ഞിട്ടുള്ള 2 രീതി വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. നമ്മൾ ഒരുപാട് ഹെയർ ഡൈ വീഡിയോസ് മുന്നേ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കണ്ടു നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്